എന്നാലും ബി.ജെ.പിയും വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് ഇത്തവണയുള്ളത്. നേരത്തെ ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷന്റെ പ്രതികരണം നമ്മൾ കേട്ടിരുന്നു. പ്രശാന്ത് കൃഷ്ണ കൂടി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. പ്രശാന്ത്, സ്വാഭാവികമായിട്ടും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനൽ എന്ന് അത്രമാത്രം വിശേഷിപ്പിക്കാനാവുന്ന തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത്. കാരണം കുറച്ചു മാസങ്ങൾക്കപ്പുറത്തേക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ അത് അവിടെ വരെ വ്യാപിപ്പിക്കേണ്ടതും അവിടെ വരെ നീളേണ്ടതുമാണ്. അപ്പോൾ മുന്നണികളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള ദിവസങ്ങൾ, ഒരു മാസ കാലാവധിയാണ് കൃത്യമായി പറയുകയാണെങ്കിൽ, അത്രയാണ് മുൻപിലുള്ളൂ. അക്ഷയ, ഈ കഴിഞ്ഞ 2020 തദ്ദേശ തെരഞ്ഞെടുപ്പുമായി നമ്മൾ താരതമ്യം ചെയ്യണം ഇതിൽ. അതായത് LDF 371 ഗ്രാമപഞ്ചായത്ത് ഭരണമുണ്ടായിരുന്നു, UDF 211, NDA 2. ഇതിൽ ആകെ എടുക്കുമ്പോൾ LDF ആകെ ഉണ്ടായ മുനിസിപ്പാലിറ്റി ആണെങ്കിലും കോർപ്പറേഷൻ ആണെങ്കിലും ജില്ലാ പഞ്ചായത്ത് ആണെങ്കിലും ബ്ലോക്ക് പഞ്ചായത്ത്, ഇതെല്ലാം കൂടി ചേരുമ്പോൾ LDF 508 തദ്ദേശ സ്ഥാപനങ്ങളിൽ ഭരണമുണ്ടായി, UDF 273. അതുകൊണ്ട് തന്നെയാണ് LDF വ്യക്തമായ മേൽക്കൈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലെല്ലാം ഉണ്ടായി എന്നത് വിലയിരുത്തേണ്ടത്. അവിടെ ഒരു തിരിച്ചടി LDF ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എല്ലാ കാലത്തും LDF മികച്ച മുന്നേറ്റം ഉണ്ടാകാറുണ്ട്. പക്ഷേ അതിലൊരു തിരിച്ചടി ഉണ്ടായത് 2020 നയനാ സർക്കാർ ഭരിക്കുന്ന കാലഘട്ടത്തിലാണ്. മറ്റ് തെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ LDF മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. കാരണം LDF താഴെത്തട്ടിലുള്ള അവരുടെ കേഡർ സംവിധാനം ഉപയോഗപ്പെടുത്തുകയും അതുപോലെ തന്നെ വോട്ടർമാർക്കിടയിൽ നല്ല സ്വാധീനമുള്ളവരെ സ്ഥാനാർത്ഥികളാക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കേഡർ രീതി, അത് തന്നെയാണ് LDF എല്ലാ കാലത്തും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സഹായമാക്കുന്നതും. ഇത്തവണ UDF ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ എല്ലാ കാലത്തും UDF തിരിച്ചടിയാകുന്നത് അവരുടെ പാർട്ടിക്കകത്തുള്ള ഗ്രൂപ്പ് ഭിന്നത, സ്ഥാനാർത്ഥി നിർണയത്തിലെ അപാകതകൾ, സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലിയുള്ള വിഴുപ്പലക്കൽ, ഇതൊക്കെയാണ്. അത് ഒരു പരിധിവരെ ആദ്യഘട്ടത്തിൽ മറികടക്കാൻ UDF സാധിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം സംസ്ഥാനത്ത് ആദ്യം തന്നെ ഒരു കോർപ്പറേഷനിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. പിന്നാലെ ഇപ്പോഴും മറ്റ് കോർപ്പറേഷനുകളിലും തദ്ദേശ സ്ഥാപനങ്ങളിലും അവർക്ക് പ്രഖ്യാപിക്കാൻ സാധിച്ചു. അതിൻ്റെ പേരിലുള്ള വിഴുപ്പലക്കലുകൾ ഉണ്ടാകുന്നില്ല എന്നത് UDF സംബന്ധിച്ച് ആത്മവിശ്വാസമുള്ള കാര്യമാണ്. എങ്കിലും 273 തദ്ദേശ സ്ഥാപനങ്ങളിലായിരുന്നു അവർക്ക് ഭരണമുണ്ടായിരുന്നത്. അത് LDF കഴിഞ്ഞ തവണ നേടിയ 508 എന്നൊരു വലിയ സംഖ്യയിലേക്ക് അവർക്ക് ഉയർത്തേണ്ടതുണ്ട്. അപ്പോൾ ചിട്ടയായ പ്രവർത്തനത്തിലൂടെ അത് നേടാൻ സാധിക്കുമെന്നാണ് കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ കരുതുന്നതും. അതനുസരിച്ച് വേറെ നാൾ മുമ്പ് തന്നെ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ചുമതല. പ്രശാന്ത്, UDF സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞത് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എപ്പോഴും മേൽക്കൈ LDF ഉണ്ടാകാറുണ്ട്, അത് മറികടക്കേണ്ടതുണ്ട്. പക്ഷേ BJP മുൻപുള്ളതുപോലെയല്ല, കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സാഹചര്യവുമല്ല ഇപ്പോൾ കേരളത്തിലുള്ളത്. അവരെങ്ങനെയാണ് വളർച്ച പ്രതീക്ഷിക്കുന്നത്? അക്ഷയ, 15% വോട്ടാണ് കഴിഞ്ഞ 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJPക്ക് കൈവരിക്കാൻ സാധിച്ചത്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എത്തുമ്പോൾ അത് 20% ഉയർത്തി. അതുകൊണ്ടാണ് ദേശീയ നേതൃത്വം ഇവിടെ എത്തി. അതായത് അമിത്ഷാ ഇവിടെ എത്തിയപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി നേരത്തെ തന്നെ സെപ്റ്റംബർ മാസത്തിൽ തന്നെ അവർ അതിൽ തുടക്കം കുറിച്ചിരുന്നു. അപ്പോൾ കഴിഞ്ഞ മാസങ്ങളിലെല്ലാം തന്നെ ദേശീയ നേതൃത്വം ഇവിടെ എത്തുമ്പോൾ ഒരു കൃത്യമായ ടാർഗറ്റ് പുതിയ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന് നിശ്ചയിച്ചു കൊടുത്തിരിക്കുകയാണ്. അത് 25% വോട്ട്, അതായത് 15% ഉണ്ടായിരുന്ന BJPയുടെ വോട്ട് വിഹിതം 25% 10% വർദ്ധിപ്പിക്കുക എന്നതാണ്. അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വർധനവ് കൂടി കണക്കിലെടുത്താണ് 20 എന്നത് 25% ആക്കണമെന്ന് പറയുന്നത്. പക്ഷെ പ്രായോഗികമായും നമ്മൾ പരിശോധിക്കുമ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടിംഗ് പാറ്റേൺ അല്ല തദ്ദേശ തെരഞ്ഞെടുപ്പിൽ. പക്ഷേ ദേശീയ നേതൃത്വം രാജീവ് ചന്ദ്രശേഖരന് അങ്ങനെ ഒരു ടാർഗറ്റാണ് നിശ്ചയിച്ചു കൊടുത്തിരിക്കുന്നത്. അതിന് കാരണം 1600 വാർഡുകളിലാണ് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJP മുന്നേറ്റമുണ്ടാക്കിയത്. 5000-ഓളം വാർഡുകളിൽ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം നയിക്കുന്ന ആളുകൾ, പാർട്ടികളെ, അതായത് BJP ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും CPM ആണെങ്കിലും നയിക്കുന്നത് പുതിയ ആളുകൾ കൂടിയാണ് സംസ്ഥാനത്ത്. അപ്പോൾ അവരുടെ പ്രകടനം, ഒപ്പം തന്നെ തുടർച്ച നേടിയിട്ടുള്ള LDF സംബന്ധിച്ചിടത്തോളം തദ്ദേശ തെരഞ്ഞെടുപ്പിലും എല്ലാ തവണത്തെയും പോലെ മേൽക്കോയ്മ കാണിക്കാൻ സാധിക്കുമോ? എങ്ങനെ സെമി ഫൈനലിനെ UDF നേരിടും? പുതിയ അധ്യക്ഷനെ വെച്ചുകൊണ്ട് ഏത് തരത്തിൽ BJPക്ക് വളർച്ച കൈവരിക്കാനാകും? തെരഞ്ഞെടുപ്പ് കാഹളം മുഴങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി സംസ്ഥാനത്താകെയും ജനാധിപത്യോത്സവത്തിന്റെ കാഴ്ചകൾ മാത്രമാകും.